തിരുവനന്തപുരം കരമനയിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. SBI ബാങ്കിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. SBIയുടെ SME ശാഖയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇരുവരുടെയും മൃതദേഹം ബാങ്കിലേക്ക്, ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന സൂചനകളുമുണ്ട്. സാരംഗ് ചേരുന്നു കരമനയിൽ നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ ദമ്പതികൾ ജീവനൊടുക്കിയതെന്ന വിവരങ്ങളാണ് ഇന്നലെ തന്നെ പുറത്തു വന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി ഇവിടെ സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഈ മൃതദേഹം ഈ ബാങ്കിന് മുന്നിലേക്ക്, ബാങ്കിൻ്റെ SME ശാഖയ്ക്ക് മുന്നിലേക്കാണോ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്? സാരംഗ്. അതെ ടോം, ഈ SBI ബാങ്കിൽ നിന്നും ഈ മരണപ്പെട്ട തീർച്ചയായിട്ടും ഈ ബാങ്കിൽ നിന്നായിരുന്നു ലോണ്, 60 ലക്ഷം രൂപയോളം ലോണ് ഈ ദമ്പതികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന് വേണ്ടി വാങ്ങിയിരുന്നത്. അതിനുശേഷം ഈ തുക മൊറട്ടോറിയം ബാധകമാവുകയായിരുന്നു. പിന്നീട് കോവിഡ് ആരംഭിച്ചതിന് ശേഷം മൊറട്ടോറിയം വരികയും അത്രയും കാലത്തെ പലിശയും കൂട്ടുപലിശയും ഒക്കെയായി ഏകദേശം ഇരട്ടിയിലധികം തുക ബാങ്കിലേക്ക് അടക്കേണ്ട ഒരു സാഹചര്യം സംജാതമാവുകയായിരുന്നു. അതിനുശേഷം ഇവർ ഒറ്റത്തവണ ആയിട്ട് 80 ലക്ഷം രൂപയോളം ഇവിടെ അടച്ചിരുന്നു തീർപ്പാക്കാൻ വേണ്ടി പലതവണ ബാങ്കിൽ വന്നു പോവുകയും, പക്ഷെ അതിനുശേഷം ഇങ്ങനൊരു ജപ്തി നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് ബാങ്ക് അറിയിച്ചപ്പോൾ ആത്മഹത്യ ഭീഷണി മുഴക്കി, ഈ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഒരു സംഭവം അടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മണ്ണെണ്ണ കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് അത് പിന്നെ പരിഹരിക്കുകയായിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കാൻ പറ്റും, ഒരു തുക മൊത്തമായി അടച്ച് 80 ലക്ഷത്തോളം രൂപ അടച്ച് ഈ ലോൺ അടച്ച് തീർക്കാമെന്ന രീതിയിലേക്ക് പരിഹാരത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അതിനുശേഷവും ബാങ്ക് നിലപാട് മാറ്റുകയായിരുന്നു. നിലവിൽ 60 ലക്ഷം രൂപ എടുത്ത ലോണിന്റെ 1,56 ലക്ഷത്തോളം രൂപ അടച്ചു തീർത്തിട്ടും അതിനുശേഷം 2.5 കോടിയോളം രൂപ ഇനിയും ബാങ്കിൽ അടക്കാനുണ്ടെന്നാണ് ഈ ബാങ്ക് അധികൃതർ ഈ ദമ്പതികളെ അറിയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ജപ്തി നടപടിയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരം വന്നത്. ഇന്ന് ഈ ബാങ്കിന് മുന്നിൽ ബാങ്കിൽ ഹാജരാവണമെന്നായിരുന്നു ഇവരുടെ ബാങ്കിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത്. അതായത് ഇന്ന് തൊട്ട് ജപ്തി നടപടികളിലേക്ക് കടക്കുമെന്നായിരുന്നു ബാങ്കിൽ നിന്ന് അറിയിച്ചത്. അതിനു മുൻപ് തന്നെ ഇവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ ഇന്ന് ബാങ്കിൽ എത്തണമെന്ന് പറഞ്ഞ ഒരു വാക്ക് പാലിക്കാനാണ് ഇത്തരത്തിൽ പ്രതിഷേധം, ഈ മൃതദേഹം ഈ ബാങ്കിന് മുന്നിൽ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. രാവിലെ തന്നെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ച് ബാങ്കിന് മുന്നിൽ ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഇതിന് മുൻപോട്ട് ഇനി കുടുംബത്തിനെയോ ഇവരുടെ മകനെയോ മറ്റും ഈ ലോണിന്റെ ഭാഗമായി മുദ്രിക്കരുത്, ഇവിടെ വെച്ച് ഈ നടപടികളെല്ലാം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടിയാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം നടക്കുന്നത് കേട്ടോ. ബാങ്കിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. നാട്ടുകാർ, അതോടൊപ്പം സാരംഗ് മനസ്സിലാക്കുന്നതനുസരിച്ച് VSDP ഉൾപ്പെടെയുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള കോൺട്രാക്ടേഴ്സിന്റെ അസോസിയേഷനും മറ്റ് ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളും മറ്റുമാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള പല കോൺട്രാക്ടേഴ്സും നമ്മളുമായിട്ട് പങ്കുവെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കടക്കെണിയിൽ പെട്ടിരിക്കുകയാണ്. പല ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ ലോണുകൾ എടുത്തിട്ടാണ് ഇവർ പല ജോലികളും പൂർത്തീകരിക്കുന്നത്. ആ ബില്ല് പാസ്സായി വരാനുള്ള കാലതാമസം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കടം പെരുകുകയും അത്തരത്തിൽ വലിയ കടബാധ്യതയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിരവധി, അതായത് ഇവിടെ പ്രതിഷേധത്തിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥ ഏകദേശം ഇത് തന്നെയാണ്. കടക്കണിയിലാണ്, ആത്മഹത്യയുടെ അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് പലരുടെയും. പലരും കുടുംബവും മറ്റ് സ്ഥാപനങ്ങളുടെയും മറ്റും രീതിയിലുള്ള ഇത്തരം ലോണിന് വേണ്ടി ഇത്തരം സാധനങ്ങൾ ബാങ്കിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് പലരുടെയും സാഹചര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യം ഇനി മറ്റുള്ളവർക്കും വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ബാങ്കിന് മുന്നിൽ, അത് SBI മാത്രമല്ല മറ്റെല്ലാ സൽക്കൃത ബാങ്കുകളിൽ നിന്നുള്ള അനുഭവം ഇത്തരത്തിൽ തന്നെയാണ്. അവർ GST തുക, അതായത് സർക്കാരിൽ നിന്നും അനുവദിച്ച് ലഭിക്കുന്ന GST തുക പോലും ബാങ്കുകാർ വിട്ടു നൽകാതെ അത് ലോൺ എമൗണ്ടിലേക്ക് സ്വീകരിക്കുന്നു എന്ന രീതിയിലൊക്കെ പരാതികൾ ഇവിടുന്ന് നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നിലവിൽ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ കോൺട്രാക്ടേഴ്സും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടുന്നു എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? എന്താണ് ബാങ്കിനെതിരെ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, കേസെടുക്കണമെന്നാണോ? നിലവിൽ
ഈ ദമ്പതികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ എങ്ങനെയാണ് സാരംഗ്? നിലവിൽ ഇവർ പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഈ ലോണുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഇനി ഈ കുടുംബത്തെയോ ഇവരുടെ ഏക മകനെയോ ഇത്തരത്തിൽ ഈ ഒരു തുകയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കുകയോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ഇനി യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കരുത്. ഈ ലോൺ തുകയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, അതായത് രണ്ടുപേരെയും ജീവനെടുത്ത ഈ ബാങ്ക് അധികൃതർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കേസെടുക്കണമെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം കനപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ തുടക്കത്തിൽ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഭർത്താവിനെ കഴുത്തറുത്തതിനു ശേഷം ഭാര്യ തൂങ്ങി മരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അത്തരത്തിൽ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ പ്രാഥമിക നിഗമനം ഉണ്ടായത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് മറ്റ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിൽ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ ലോൺ നടപടികൾ, അതായത് ഈ ലോണുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇതോടുകൂടി അവസാനിപ്പിക്കണം. മാത്രമല്ല, ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണം. ഇതിൽ അവർക്ക് നീതി ലഭിക്കണം. ഈ മരണപ്പെട്ട ദമ്പതികൾക്ക് നീതി ലഭിക്കണമെന്നാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം. നിലവിലെന്താണ് ഈ സമരക്കാരുടെ പ്രതിഷേധക്കാരുടെ നിലപാട് എന്താണ്? കാരണം രണ്ടുപേരുടെയും മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉറപ്പ് വേണമെന്നാണോ ഇവർ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഇതേപോലെ സമാന സാഹചര്യമുള്ള നിരവധി പേരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. അവരുടെ എല്ലാം ആവശ്യം മനുഷ്യത്വരഹിതമായ ഇത്തരം നടപടികളിൽ നിന്നും ബാങ്ക് പിന്നോട്ട് പോകണം. അതായത് ഇത്തരം ഒരു 80 ലക്ഷത്തോളം രൂപ ഒറ്റത്തവണ അടച്ചു തീർക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ബാങ്കിന് മുന്നോട്ട് ഈ ദമ്പതികൾ മുന്നോട്ട് ഒരു രീതി വെച്ചിരുന്നു. പക്ഷേ അത് ആദ്യം അംഗീകരിച്ചെങ്കിലും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ നിന്ന് മാറി 2.5 കോടിയോളം രൂപ വീണ്ടും അടക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് ബാങ്കിന്റെ നിലപാട് വരികയായിരുന്നു. അതാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, ഈ കുടുംബവുമായി ഇത് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ബാങ്കിന്റെ നടപടികൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബാങ്കിന്റെ ഈ ലോൺ വിഭാഗത്തിലെ ജീവനക്കാർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കേസെടുക്കുക, ഇതിലൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം ഉണ്ടാകുന്ന ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇതിലൊരു പ്രതിഷേധക്കാർ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ, മൃതദേഹം ഇവിടുന്ന് മാറ്റുകയുള്ളൂ എന്നാണ് നിലവിൽ പ്രതിഷേധക്കാർ നമ്മളെ അറിയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. എസ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരമനയിൽ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്ത കേസിലാണ് നാട്ടുകാരും വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ജപ്തി നോട്ടീസ് അയച്ചിരുന്നു. ഇതേ തുടർന്ന് ഇതിൻ്റെ മനോവിഷമത്തിൽ കുടുംബം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നിലവിൽ ഇവരുടെ ഈ വായ്പാ തുക എഴുതി തള്ളണമെന്നും വീഴ്ച വരുത്തിയ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്തായാലും അവരുടെ ഈ ആവശ്യങ്ങളിൽ ഒരു കൃത്യമായ ഉറപ്പ്, ഒരു തീരുമാനം ഉണ്ടാകും വരെയും മൃതദേഹവുമായി അവിടെ പ്രതിഷേധിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.